നോമ്പുകാലം 6-ാം ദിവസം. ജീസസ് യൂത്ത് ഫുൾ ടൈമറായിരുന്ന മകനോട് തെല്ലൊരു സ്നേഹമുണ്ടായിരുന്ന പെൺകുട്ടി ഒരിക്കൽ ഒരു മെസ്സേജ് അയച്ചു. നീ എന്താ എല്ലാ ദിവസവും ഈ വചനങ്ങൾ മാത്രം എനിക്ക് അയക്കുന്നത്? സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മെസ്സേജുകൾ കിട്ടാത്തതിൻ്റെ ചെറിയ നീരസവും പരിഭവവും അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അവൻ മറുപടി അയച്ചു, ഈ വചനങ്ങളല്ലാതെ നിനക്കയക്കാൻ എൻ്റെ കൈവശം വേറെ ഒന്നുമില്ല. വേറെ എന്തയച്ചാലും ഇതിനു തുല്യം ആവത്തുമില്ല. മാത്രമല്ല, അയക്കുന്ന ഓരോ വചനങ്ങളും നീ മനസ്സിരുത്തി വായിച്ചാൽ, കുറച്ചുകൂടി ഗൗരവത്തിലെടുത്താൽ, ആ വചനം മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളുമേറെ ഓരോ ദിവസവും നിന്നെ സംരക്ഷിക്കുമെന്നും എനിക്ക് 100 വട്ടം ഉറപ്പുണ്ട്. ഒരു വചനം അയച്ചാണ് അവൻ മറുപടി അവസാനിപ്പിച്ചത്. 2 തിമോഥെയോസ് 2-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവം പരിശ്രമിക്കുക. ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക. ഈശോയിൽ പ്രിയമുള്ളവരെ, രാവിലെ മുതൽ രാത്രി വരെ ദിവസങ്ങളുടെ ഓരോ യാമങ്ങളിലും പലതരം മെസ്സേജസും വീഡിയോസും മൊബൈൽ ഫോണുകളിൽ നമുക്ക് ലഭിക്കാറുണ്ട്. അടുപ്പമറിയിക്കുന്ന ആശംസകൾ, ആകാംക്ഷയുണർത്തുന്ന വാർത്തകൾ, അതിശയിപ്പിക്കുന്ന വിശേഷങ്ങൾ, ആനന്ദിപ്പിക്കുന്ന പാട്ടുകൾ. പരിചയം കൊണ്ടും സ്നേഹം കൊണ്ടും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഇതിനിടയിൽ വ്യത്യസ്തമായൊരു ചെറിയ ഗ്രൂപ്പുണ്ട്. ഇവർ ഒറ്റ കാര്യം മാത്രമേ മൊബൈലിൽ അയക്കൂ: വചനം, ദൈവവചനം. ചിലർ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ അധ്യായങ്ങളിൽ നിന്നുള്ള ഓരോ വചനങ്ങൾ, മറ്റു ചിലർ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു നിശ്ചിത ഭാഗം, വേറെ ചിലർ വചനാധിഷ്ഠിതമായ ചില പോസ്റ്ററുകൾ, പാട്ടുകൾ, വീഡിയോസ്. ആദ്യകാലത്തൊക്കെ സാരമായി ശ്രദ്ധിച്ചില്ലെങ്കിലും കുറച്ചു കാലമായി ഇക്കൂട്ടരെ ഗൗരവമായി ശ്രദ്ധിക്കാറുണ്ട്. സിനിമയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സ്പോർട്സിനെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് കർത്താവിന്റെ വചനത്തോടുള്ള ലഹരി മറ്റെല്ലാ ലഹരിയേക്കാളും അവരെ ആനന്ദിപ്പിക്കുന്നതുകൊണ്ടാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ലഹരി പിഴിഞ്ഞെടുക്കാൻ സാധ്യതയുള്ള സോഷ്യൽ മീഡിയ എന്ന മുന്തിരിത്തോട്ടത്തിലെ കർത്താവിന്റെ നവ സുവിശേഷ വേലക്കാർ. കഴിയുന്ന വിധത്തിലെല്ലാം കർത്താവിന്റെ വചനങ്ങൾ കൊണ്ട് വാട്സാപ്പിനെയും ഫേസ്ബുക്കിനെയും ഇൻസ്റ്റഗ്രാമിനെയും നല്ലൊരളവിൽ വിശുദ്ധീകരിക്കുന്നവർ. ഈ കാലയളവിൽ കർത്താവിനു വേണ്ടി പോരാടുന്ന നിശബ്ദ പോരാളികൾ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായുള്ള ആത്മീയ സമരത്തിൽ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുന്നവർ. അപ്പോസ്തലൻ പറയുന്ന ബാക്കി 5 ആയുധങ്ങളും പ്രതിരോധിക്കാനുള്ളതാണെങ്കിൽ പൈശാചിക ശക്തികൾക്കെതിരെ പടവെട്ടാനുള്ള ഒരേയൊരു ആയുധമാണ് വചനം. വചനമേന്തിയുള്ള നിങ്ങളുടെ നീക്കങ്ങളൊന്നും പാഴായിപ്പോകില്ല. ആകാശത്തുനിന്ന് പെയ്യുന്ന മഴയും മഞ്ഞും ഭൂമിയെ നനക്കാതെയും സസ്യങ്ങൾ മുളപ്പിക്കാതെയും ഫലങ്ങൾ പുറപ്പെടുവിക്കാതെയും മടങ്ങില്ലെന്ന് പറയുന്നത് പോലെ കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം പോലും ഫലരഹിതമായി മടങ്ങുകയില്ലെന്ന് യേശയ്യാ പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വചനം വായിക്കാനും കേൾക്കാനും പഠിക്കാനും പങ്കുവെക്കാനും വചനത്താൽ സ്നാനം ചെയ്യപ്പെടാനുമുള്ള സമയമായി ഈ നോമ്പുകാലത്തെ നാം മാറ്റണം. ആമോസ് 8-ാം അധ്യായം 11-ാം തിരുവചനം. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിന് വറുതിയോ അല്ല, കർത്താവിന്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. പ്രവാചകൻ പറയുന്ന ഈ വചനക്ഷാമത്തെ അതിജീവിക്കാൻ ഈ നോമ്പുകാലം മുതലെങ്കിലും നമ്മൾ സംഭരിച്ചു തുടങ്ങേണ്ടേ വചനമെന്ന ഈ അപ്പം. ആമേൻ.